ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇറ്റ്സ് മീ ഫർഷു സ്വാലെ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള എഗ് റോസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒത്തിരി സിമ്പിളാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു കാണുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കുറച്ച് കൂടുതലാക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ കറി ലീവ്സ് ഉണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക്. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ. എൻ്റെ കയ്യിൽ ബ്ലാക്ക് പെപ്പർ പൗഡർ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് എടുത്തത്. ബ്ലാക്ക് പെപ്പർ പൗഡർ ആയാലും കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ടേബിൾ സ്പൂൺ എടുക്കാം കേട്ടോ. അത് നമ്മുടെ എഗ് റോസ്റ്റിന് നല്ല ഭംഗി കിട്ടാൻ, എനിക്കൊരു റെഡ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ ഞാനിത് ഉണ്ടാക്കുന്നത് 2 കോഴിമുട്ട വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എഗ്ഗ് എന്തായാലും വേണം. പിന്നെ ഈ ഒരു എഗ്ഗ് നമ്മൾ ബോയിൽ ചെയ്തെടുക്കണം. ഞാനിത് കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു വിസിൽ വന്ന് രണ്ടാമത്തെ വിസിൽ വരുന്ന ഒരു സമയമാകുമ്പോൾ നമുക്കിത് ഓഫാക്കിയിട്ട് ഇതെടുത്താൽ കോഴിമുട്ട ആവും കേട്ടോ. മറ്റേ നമ്മൾ ബോയിൽ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് സമയമാവും. അപ്പോൾ ഞാൻ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് കുക്കറാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ആദ്യം ഒരു പാൻ വെക്കാം, അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല, അത് നമ്മൾ എന്തായാലും ഇടുമല്ലോ. അപ്പോൾ ഒരു സ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ച ഓരോ ഇൻഗ്രീഡിയൻസ് ഇതിലിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ശരിക്കും വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനലിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് ചാനൽ ചെക്കൗട്ട് ചെയ്യാം, എന്നിട്ട് വീഡിയോസൊക്കെ കാണാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്ത ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. എന്നാൽ മാത്രമേ ഞാൻ അയക്കുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ടുള്ള എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോഴിമുട്ടയിലേക്ക് ശരിക്കും മസാല പിടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഈ ഒരു ചില്ലി പൗഡറിൻ്റെ ഒക്കെ ഒരു പച്ച സ്മെല്ല് ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു 10-15 സെക്കൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ മൂടി വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിക്കുക. പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് മാക്സിമം സെർവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ മസാലയൊക്കെ പിടിച്ച് ശരിക്കും ഒന്ന് എഗ് റോസ്റ്റ് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ തെറ്റാൻ ബൈ. സീ യു ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.